ഈ മൊഞ്ചാരോ ഇഞ്ചക്ഷൻസിനെ കുറിച്ചാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ അത് കിടന്ന് ഭയങ്കര വൈറലായി നിൽക്കുന്നത്. അപ്പോൾ ആളുകൾക്കൊരു പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഡ്രഗ് നമ്മൾ ശരീരത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ വലിയ രീതിയിലൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ചില ആളുകൾ വെയിറ്റ് കുറക്കുക എന്നുള്ള റീസൺ കൊണ്ട് മാത്രമാണ് ഈ മൊഞ്ചാരോ പോലുള്ള ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്. ചില ആളുകൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മൊഞ്ചാരോ ഇഞ്ചക്ഷൻസിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ മെഡിസിൻ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ മൊഞ്ചാരോ ഫാറ്റ് ലിവറിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ അപ്രൂവ് ആയിട്ടില്ല. അതിൻ്റെ ഫേസ് 3 എന്ന് പറയുന്ന മൂന്നാമത്തെ ഫേസിലുള്ള ട്രയൽ വന്നാലേ ആവുള്ളൂ. മിക്കവാറും അടുത്ത വർഷം വരും. അപ്പോൾ അതേപോലെ സെമാഗ്ലൂട്ടേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന ഡ്രഗാണ് ഇപ്പോൾ ഫാറ്റ് ലിവറിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൈഡ് എഫക്റ്റ് എല്ലാം മരുന്നുണ്ട്. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ വയറ് ഫുള്ളായെന്നൊരു ഫീലിംഗ് തരെയല്ലേ. അപ്പോൾ നമുക്ക് ചെറിയൊരു വോമിറ്റിംഗ് സെൻസേഷനൊക്കെ ആദ്യത്തെ ഡോസിലൊക്കെ വരാം. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ഡോസിൽ തുടങ്ങി ഡോസ് കൂട്ടി പോവാണ് ചെയ്യാറ്, ആഴ്ചയിലൊരിക്കലുള്ള ഇഞ്ചക്ഷൻ. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന സൈഡ് എഫക്ട്സ് ആണ്. പിന്നെ ഈ പേടിപ്പിക്കുന്ന സൈഡ് എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ റെയർ ആയിട്ട് പാൻക്രൈറ്റൈറ്റിസ് ഒക്കെ പണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വരുന്നത് നമുക്ക് ഇപ്പോൾ എല്ലാവരും ഇത് ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ റിപ്പോർട്ട് ചെയ്ത അത്രയും സിവിയർ ആയിട്ട് പാൻക്രൈറ്റൈറ്റിസ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം എക്സസൈസും ഈ ഡയറ്റും ഇല്ലാതെ. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്, എക്സസൈസും ഡയറ്റും ഇല്ലാണ്ട് ഇത് ചെയ്യരുത്. കുറേ കാലം എടുത്തു കഴിഞ്ഞാൽ തിയററ്റിക്കലി നമ്മുടെ മസിൽ മാസ് കുറയാം, മസിൽ പോവാം, വെയിറ്റ് പോകുന്നതിൻ്റെ കൂട്ടി ഫാറ്റും മസിലും പോവാം. അപ്പോൾ തിയററ്റിക്കലി അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ക്ലിനിക്കലി നമ്മൾ പ്രാക്ടീസിൽ അങ്ങനെ അധികം കാണാറില്ല, പക്ഷേ നമ്മൾ എക്സസൈസും ഡയറ്റും ഇല്ലാതെ പേഷ്യൻറ്റ് കൊടുക്കാറുമില്ല. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റെയർ ആയിട്ട് ഇപ്പോൾ ഉള്ള ഒരു വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണ് ഒരു ബ്ലൈൻഡ്നെസ് എന്ന് പറയാം. അപ്പോൾ ഈ ബ്ലൈൻഡ്നെസ് കണ്ടുവരുന്നത് ഷുഗർ ഭയങ്കര അൺകൺട്രോൾഡ്, ഇത് ഷുഗർ കുറയ്ക്കുന്ന മരുന്നും കൂടിയാണ്, ഷുഗറിനും കൂടെ ഉള്ള മരുന്നാണ്. അപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉള്ളവർ പെട്ടെന്ന് ഇത് എടുക്കുമ്പോഴൊക്കെ അവരുടെ ബ്ലൈൻഡ്നെസ് ഭയങ്കര റെയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതത്ര ക്ലിനിക്കലി അത്ര സിഗ്നിഫിക്കൻ്റ്, അത് എല്ലാ മരുന്നിനും പാർശ്വഫലങ്ങളുണ്ട്. അപ്പോൾ ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്ത് എക്സസൈസും ഡയറ്റും ഒക്കെ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. അൺകൺട്രോൾ 400-500 ഷുഗർ ഉള്ളവർക്ക് ഇൻസുലിൻ എടുക്കണം. അതൊക്കെ ഇൻസുലിൻ എടുത്ത് കൺട്രോൾ ആക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് നോക്കേണ്ടത്. പിന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യണം. നല്ല അൺകൺട്രോൾ ഷുഗർ ഉള്ളവർ ഓൾറെഡി അതിലേക്ക് പോകാനുള്ള റിസ്ക് ഉണ്ടോ എന്ന് നോക്കണം. കണ്ണ് റെറ്റിനെ നോക്കണം. നോക്കിയതിന് ശേഷമേ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ആ റിസ്ക് ഒക്കെ നമ്മൾ അറിയാം, നമുക്ക് എന്തൊക്കെ സൈഡ് എഫക്റ്റ്. അപ്പോൾ അത് നോക്കി സേഫ് ആണെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓഫ് ലേബിളായിട്ട് പലതും യൂസ് ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദ കൗണ്ടർ വാങ്ങിച്ച് വെറുതെ വെയിറ്റ് കുറയാനായിട്ട് യൂസ് ചെയ്യുന്നത്, അത് യൂസ് അല്ലാതെ അബ്യൂസാണ്. അത് ഡോക്ടറിനെ കണ്ട് സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ടോ, നമുക്കത് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിച്ചിട്ടേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എപ്പോഴും. അതും ഡയറ്റും എക്സസൈസും ആണ് ഫസ്റ്റ്. അതിൻ്റെ കൂടെ മൂന്നാമതായിട്ട് ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ.